പത്തനംതിട്ട കോന്നി പയ്യനാമൺ പാറമട അപകടത്തിൽ തെരച്ചിൽ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങൾ തുടങ്ങി. ലോങ് ബൂം എക്സ്കവേറ്റർ അപകട സ്ഥലത്തേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ജില്ലാ കളക്ടറും അവിടെ എത്തിയിട്ടുണ്ട്. AV ജയശങ്കറാണ് ചേരുന്നത് വിവരങ്ങളുമായി. ജയശങ്കർ, നേരത്തെ അതൊരു വലിയ ആശങ്കയുണ്ടായിരുന്നു, JCB ഉൾപ്പെടെ അങ്ങോട്ടേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഈ എക്സ്കവേറ്റർ എത്തുന്നത് ഇപ്പോൾ രാത്രിയായിരിക്കുന്നു. അത് ഇരുട്ട് രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമാകുമോ? ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയോ വീണ്ടും? അതായത് രാത്രി ഏറെ വൈകി 24 മണിക്കൂറിന് ശേഷമാണ് ഈ അപകടം നടന്ന് 24 മണിക്കൂർ പിന്നിടുമ്പോഴാണ് ഇത്തരത്തിലൊരു രക്ഷാദൗത്യത്തിലേക്ക് കടക്കുന്നത്. ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഇരുട്ടിൽ ഫയർഫോഴ്സ് ഉൾപ്പെടെ ക്രമീകരിച്ച പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിക്ക് സമീപത്തെ കല്ലും മണ്ണുമൊക്കെ നിലവിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റിയതിനു ശേഷം ഈ ഹിറ്റാച്ചി മറ്റു തരത്തിൽ ഇതിൽ ഏതെങ്കിലും ജീവസാന്നിധ്യമുണ്ടോ, ഈ അപകടത്തിൽപ്പെട്ടു എന്ന് പറയുന്ന ബീഹാർ സ്വദേശി അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. ഈ കാലാവസ്ഥ അല്ലെങ്കിൽ ഇരുട്ടിയത് ഈ രക്ഷാദൗത്യത്തിന് വലിയ വെല്ലുവിളിയാണ്. രാവിലെ മുതൽ ഈ എക്സ്കവേറ്ററിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു. എക്സ്കവേറ്റർ എത്താൻ വൈകിയതാണ് ഈ രക്ഷാദൗത്യം ഇത്രമാത്രം വൈകാനുള്ള ഒരു കാരണമായി പറയുന്നത്. എന്തായാലും രാത്രി ഏറെ വൈകിയും ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് മേധാവിയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ഈ അപകട സ്ഥലത്തെ പയ്യനാവണ്ണ ഈ അപകട സ്ഥലത്തെ രക്ഷാദൗത്യം ഇപ്പോൾ തുടരുകയാണ്. ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചിക്ക് സമീപത്തെ കല്ലും മണ്ണും ഒക്കെ തന്നെ നിലവിൽ മാറ്റുകയാണ്. ഈ മറുഭാഗത്തേക്കാണ് ഈ കല്ലും മണ്ണും ഒക്കെ നീക്കം ചെയ്യുന്നത്. വളരെ പതുക്കെ ശ്രദ്ധിച്ചാണ് ഈ ഒരു ദൗത്യം നടത്തുന്നത്. വലിയ ധൃതിയൊന്നും രാത്രിയായിട്ട് പോലും ഈ സേനാംഗങ്ങൾ കാണിക്കുന്നില്ല. വളരെ പതിയെ മാത്രമാണ് ഈ നിലവിൽ ഈ ദൗത്യം നടത്തുന്ന. നിലവിൽ ഉദ്യോഗസ്ഥർ ഈ മണ്ണും മറ്റും മറ്റ് സ്ഥലത്തേക്ക് ഒരു ലാമ്പ് ഇറക്കുന്നുണ്ട്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആൾ സാന്നിധ്യം ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ലാമ്പ് ഇറക്കുന്നത്. ഈ ഒരു സ്ഥലത്തിന്റെ ടെറൈൻ അനുസരിച്ച് അവിടേക്ക് രാവിലെയൊക്കെ ഉദ്യോഗസ്ഥർ ഇറങ്ങിയിരുന്നു. 2 ഫയർഫോഴ്സിന്റെയും 2 NDRFന്റെയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ ചെറിയ തോതിൽ പാറ വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നാലെ അവർ തിരിച്ചു കയറുകയായിരുന്നു. ഇപ്പോഴെന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥർ എന്തായാലും ഇറങ്ങിയിട്ടില്ല. നിലവിൽ ആ സ്ഥലത്തേക്ക് ഈ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റിയ സ്ഥലത്തേക്ക് ചെറിയ ബൾബ് ഉപയോഗിച്ച് അങ്ങോട്ട് പ്രകാശം എത്തിക്കുകയാണ്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആൾ സാന്നിധ്യമുണ്ടോ എന്നാണ് നിലവിൽ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം രാത്രി ഏറെ വൈകിയും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 2:56 ഉണ്ടാകുന്ന ഒരു അപകടമാണ്. ഇപ്പോൾ സമയം രാത്രി 8-ാം തീയതി 7:08 ആയിരിക്കുന്നു. ഇത്രയും വൈകി 25 മണിക്കൂറിലധികം വൈകി ഇപ്പോഴും ഈ രക്ഷാദൗത്യം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അതിനുള്ളിൽ ബീഹാർ സ്വദേശി അപകടത്തിൽപ്പെട്ട ആൾ ജീവനോട് ഉണ്ടോ എന്ന ചോദ്യത്തിന്, ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു സംശയവും ബാക്കി വെക്കാതെ പരമാവധി അറ്റം വരെ ഉള്ള ദൗത്യം തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടവും ജില്ലാ കളക്ടറും ഒക്കെ വ്യക്തമാക്കിയത്. അല്പം വൈകിയെങ്കിൽ പോലും ഇപ്പോൾ ലോങ് ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ പാറയും കല്ലും ഒക്കെ മാറ്റിക്കൊണ്ട് ഹിറ്റാച്ചിക്ക് സമീപത്തെ പാറയും കല്ലും ഒക്കെ മാറ്റാനുള്ള ശ്രമമാണ് നിലവിൽ തുടരുന്നത്. ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് പരമാവധി ഫയർഫോഴ്സ് ഉൾപ്പെടെ ക്രമീകരിച്ച പ്രകാശം എത്തിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആൾ സാന്നിധ്യം കണ്ടാൽ അപ്പോൾ തന്നെ ഇറങ്ങിയെടുക്കാനുള്ള ക്രമീകരണങ്ങൾ ഉൾപ്പെടെ അവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചത് വളരെ അപകടം വെച്ചൊരു ദൗത്യമാണ്. കാരണം ആ സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ മറുഭാഗത്ത് നിന്ന് പാറക്കല്ലുകൾ ഉൾപ്പെടെ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരത്തിൽ രാവിലെ ഉണ്ടായതുമാണ്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയാണ് രാത്രിയിലെ ദൗത്യം. നിലവിൽ ജില്ലാ ഭരണകൂടം പറഞ്ഞതനുസരിച്ച് ആദ്യഘട്ട പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടില്ല എങ്കിൽ ഈ അപകടത്തിൽപ്പെട്ട ഹിറ്റാച്ചി താഴേക്ക് ഇറക്കാനുള്ള ഒരു ശ്രമമായിരിക്കും, മറിച്ച് ഇറക്കാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇതിന് സമീപത്തെ മണ്ണും കല്ലും ഒക്കെ മാറ്റി അവിടെ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശി ഉണ്ടോ എന്നൊരു പരിശോധനയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെളിച്ചത്തിന്റെ ചെറിയ ദൗർബല്യമുണ്ട്, കുറവുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ ഫയർഫോഴ്സ് പ്രത്യേകം ക്രമീകരിച്ച വെളിച്ചം.